അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോകൾ ഒന്നും എല്ലാവരിലേക്കും എത്തിയിട്ടില്ല. കുറച്ച് ആളുകൾ മാത്രമേ കാണുന്നുള്ളൂ. കാണുന്നവർ തന്നെ അത് മുഴുവൻ കാണുന്നില്ല. ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് ഫിയലു അക്സാമാണ്. അതിൽ പിന്നെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു രണ്ട് സ്ഥലത്തൊരു ടൈപ്പിംഗ് എറർ ഉണ്ട്. അത് മുലാരിയായ ഫെയിലിന് പകരം മാതിയായ ഫെയിലാണ് അടിച്ചിട്ടുള്ളത്. അത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ ഞാനത് ഇൻഷാ അല്ലാ അതിൻ്റെ ഉത്തരം പറഞ്ഞു തരും. അതൊക്കെ ശ്രദ്ധിക്കുക. എലിമെൻറ്റ്സ് ഓഫ് അറബിക് ലാംഗ്വേജ് ബ്ലോക്ക് 2 യൂണിറ്റ് 1 ആണ്. അൽ ഫിഅലു അഖ്സാമു. സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അൽ ഫിഅലു വൽ അഖ്സാമു ഞാൻ കഴ്സർ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. അൽ ഫിഅലു അഖ്സാമു എന്നുള്ള ലെസണിൽ ഇത് പഠിച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് പിന്നെ മനസ്സിലാവുക എന്നുള്ളത്. യസ്തതിഉ ത്വാലിബു ഖിലാല ദിറാസത്തി ഹാദിഹിൽ വഹദത്തി. യസ്തതിഉ ത്വാലിബു ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഖിലാല ദിറാസത്തി ഹാദിഹിൽ വഹദത്തി ഈ യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ആദ്യത്തെ അത്തഅറഫു അലാ മഫ്ഹൂമിൽ ഫിഅലി ഫിൽ ലുഗത്തിൽ അറബിയ്യ. അത്തഅറഫു അലാ മഫ്ഹൂമിൽ ഫിഅലി ഫിൽ ലുഗത്തിൽ അറബിയ്യ. അറബി ഭാഷയിൽ വെർബിനെ സംബന്ധിച്ച് മനസ്സിലാവും, ഫിഅലുകളെ സംബന്ധിച്ച് മനസ്സിലാവും. നയ്യഫമ അഖ്സാമുൽ ഫിഅലി, ഫിഅൽ ഏതൊക്കെ വിധത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാവും. പിന്നെ അൽ ഇസ്തിഖ്ദാമു സഹീഹ് ലിൽ അഫ്ആലിൽ മുഖ്തലിഫ, ഭിന്ന ഫിഅലുകളുടെ ശരിയായ രൂപം ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. പിന്നെ ഇതൊരു പാസേജാണ്. ദാരിസിൽ അസീസ് ദാന നഖ്റഅൽ ഫിഖറത്തൽ ആതിയ ജയീദൻ. ഈ താഴെ പറയുന്ന ഈ പാരഗ്രാഫ് നമുക്ക് ഒന്ന് വായിക്കാം. ജയീദൻ, നന്നായിട്ട്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്താണ്? October 2 അത്ലത്തുൻ വത്നിയത്തുൻ ഫിൽ ഹിന്ദി. ഇന്ത്യയിൽ, ഫിൽ ഹിന്ദി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ, അത്ലത്തുൻ വത്നിയത്തുൻ നാഷണൽ ഹോളിഡേ. ബേത്തിബാരി ഹാദൽ യൗമി ഈദ് മീലാദ് അബി അൽ ഉമ്മ അൽ ഹിന്ദിയ. അബിൽ ഉമ്മൽ ഹിന്ദിയ എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി, രാഷ്ട്രപിതാവ്, രാഷ്ട്രപതി അല്ല, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഈയുടെ ഈദുൽ മീലാദ്. ഈദ് മീലാദ് എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേയുടെ പ്രമാണിച്ച്, ബേത്തിബാരി എന്ന് പറഞ്ഞാൽ പ്രമാണിച്ച് ആണ് ബർത്ത്ഡേ. മഹാത്മാഗാന്ധിയുടെ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് October 2 നാഷണൽ ഹോളിഡേ ആണ്. പിന്നെ വയത്തുമ്മിൽ ഇഹ്തിഫാലു ബിഹി ബിസ്മി ഗാന്ധി ജയന്തി. അപ്പോൾ ഈ ഡേക്ക് നമ്മൾ സാധാരണ പറയാറുള്ളത് ഗാന്ധി ജയന്തി എന്നാണ്. ഇസ്തറക്ക ഗാന്ധി പങ്കെടുത്തു. ഇസ്തറക്ക ഗാന്ധി പങ്കെടുത്തു ഫി സൗറത്തിൽ ഹിന്ദിയ, ഇന്ത്യൻ വിപ്ലവത്തിൽ. വഖാമ ബിസ്തിഖ്ദാമിൽ ഇസ്യാനുൽ മദനി ലാ അൻഫി നോൺ വയലൻസ് സിവിൽ ഡിസൊബീഡിയൻസ്. അൽ ഇസ്യാനുൽ മദനി എന്ന് പറഞ്ഞാൽ സിവിൽ ഡിസൊബീഡിയൻസ്. അൽ ലാ അൻഫി
നോൺ വയലൻറ്റ്. ഹീനമാക്കാന യാമലു ഹാമിയൻ, അദ്ദേഹം വക്കീലായിട്ട് ജോലി ചെയ്യുമ്പോൾ. ഹീനമാ കാന യാമലു മഹാമിയൻ, അദ്ദേഹം വക്കീലായിട്ട്, മഹാമി എന്ന് പറഞ്ഞാൽ വക്കീലായിട്ട് ജോലി ചെയ്യുമ്പോൾ ഫി ജനൂബി അഫ്രിക്കിയ, സൗത്ത് ആഫ്രിക്കയിൽ, ജനൂബ് അഫ്രിക്കിയ, സൗത്ത് ആഫ്രിക്ക. ബാദ ഔദത്തിഹി ഇലൽ ഹിന്ദി, അദ്ദേഹം അവിടുന്ന് മടങ്ങിയതിന് ശേഷം. അപ്പോൾ അക്കാലത്ത് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ ജോലി ചെയ്യായിരുന്നു, ബാരിസ്റ്ററായിട്ട്, മഹാമിയായിട്ട്. അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി, എന്നിട്ടാണ് ഇന്ത്യൻ വിപ്ലവത്തെ നയിക്കുന്നത്. ബാദ ഔദത്തിഹി ഇലൽ ഹിന്ദി. പിന്നെ 1915, 1915 ഹാവല അദ്ദേഹം ശ്രമിച്ചു ലി തൻലീമി എഹ്തിജാജാത്തി ലിദ്ദൽ ഖുവൽ ബരീത്താനിയ. ഖുവൽ ബരീത്താനിയ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സൈന്യം, ബ്രിട്ടീഷ് ഫോഴ്സ്, ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തി, ബ്രിട്ടീഷ് ശക്തിക്കെതിരെ എതിരെ എഹ്തിജാജാത്ത്, പ്രൊട്ടസ്റ്റ്, പ്രതിഷേധ. അപ്പോൾ 1955, 1915 ഹാവല അദ്ദേഹം ശ്രമിച്ചു ലി തൻലീമി എഹ്തിജാജാത്തിൻ ലിദ്ദൽ ഖുവൽ ബരീത്താനിയ, ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുവാൻ, ലി തൻലീം എന്ന് പറഞ്ഞാൽ സംഘടിപ്പിക്കുവാൻ ശ്രമിച്ചു. അങ്ങനെ വജ്തഹദ, അദ്ദേഹം പരിശ്രമിച്ചു, ബി മുസാഅദത്തിൽ ഫല്ലാഹീൻ അൽ മസാരിയീൻ, കൃഷിക്കാർ. ഫല്ലാഹീനും മസാരിയൂനും ഒന്ന് തന്നെ അർത്ഥം. കൃഷിക്കാരെ സഹായിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. സഹായിച്ചുകൊണ്ട് അദ്ദേഹം അയിനൽദി മുസാരിയൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ലിദ്ദ ലറായിബിൽ അറാദിൽ മുഫരിത്ത. ലിദ്ദ എന്ന് പറഞ്ഞാൽ എതിരായിട്ട്, ലറായിബിൽ അറാദി ലാൻഡ് റവന്യൂ, ലാൻഡ് ടാക്സ്, ലറായിബ് ടാക്സ്, അൽ-അറാദി ലാൻഡ്, ലാൻഡ് ടാക്സിനെതിരായിട്ട്, അൽ മുഫരിത്ത എക്സസീവ്, കൂടുതൽ കൂട്ടിയ ലാൻഡ് ടാക്സിനെതിരായിട്ട് കൃഷിക്കാരെ അദ്ദേഹം സംഘടിപ്പിച്ചു, സഹായിച്ചു. അല്ലത്തി അൽസമഹൽ ഹക്കുമുൽ ബരീത്താനി, ബ്രിട്ടീഷ് ഗവൺമെൻറ്, ഹക്കുമുൽ ബരീത്താനി, ബ്രിട്ടീഷ് ഗവൺമെൻറ് അൽസമഹ, അത് നടപ്പിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു. ആ ടാക്സ്, ആ എക്സസീവ് ടാക്സ് അല്ല, എക്സസീവ് ടാക്സ് അബോളിഷ് ചെയ്യാൻ വേണ്ടി മഹാത്മാഗാന്ധി പരിശ്രമിച്ചു. അല അഹ്ലിൽ ഹിന്ദി. ഖാദ ഗാന്ധി നയിച്ചു ഹമലാത്തിൻ വത്നിയ, ഒരു നാഷണൽ ക്യാമ്പയിൻ ലി തഖ്ഫീഫ് ഹിദ്ദത്തിൽ ഫഖ്രി, ദാരിദ്ര്യത്തിൻ്റെ ആ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി. വകാന യഹ്ദഫു ഇലാ തഹ്ഖീഖി പൂർണ്ണ സ്വരാജ്, കാന യഹ്ദഫു, അദ്ദേഹം ഹി വാസ് എയിമിങ് ടു ഗെറ്റ് പൂർണ്ണ സ്വരാജ്, പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗോള്. മിനസ്വൈത്തറ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ അധികാരികളിൽ നിന്ന്, അൽ അജ്നബിയ, വിദേശ ശക്തികളിൽ നിന്ന്, മിനസ്വൈത്തറത്തിൽ അജ്നബിയ. പിന്നെ ഹറള ഗാന്ധി അതിബാഹു, അദ്ദേഹത്തിൻ്റെ
അനുയായികളെ പ്രേരിപ്പിച്ചു അലൽ ഇഞ്ചിലീസി ഇംഗ്ലീഷുകാർക്കെതിരായിട്ട് ഫി ഹർക്കത്തെ ആദമി താവിനി നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ഇംഗ്ലീഷുകാർക്കെതിരായിട്ട് നിസ്സഹകരണ പ്രസ്ഥാനം അദ്ദേഹം അനുയായികളെ പ്രേരിപ്പിച്ചു. കഥാ ഗാന്ധി കഴിച്ചുകൂട്ടി സനവാത്തിൻ കൊല്ലങ്ങൾ അതീതത്തിൻ. സനവാത്തിൻ അതീതത്തിൻ എന്ന് പറഞ്ഞാൽ പല കൊല്ലങ്ങൾ ഫിസിജിന് ജയിലിൽ. പിന്നെ നുലാഹിദ് ഫി ഹാദിഹിൽ ഫക്രത്തി, ഈ പാരഗ്രാഫിൽ നമുക്ക് നോക്കാം ബാദൽ കലിമാത്തി, ചില കലിമത്തുകളെ, ചില വാക്കുകളെ. ഏതാ വാക്ക്? ദാത്തൽ ഹുറൂഫിൽ ബാരിസ യത്തിമു ഇസ്തറക്ക യത്തിമു ഇസ്തറക്ക ഖാമ യഅമലു ഹാവല ഇജ്തഹദ അൽസമ ഖാദ യഹ്ദഫു ഹറള ഖള. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫിയലുകളൊക്കെ ഉണ്ട്. ഇതിൽ യത്തിമുണ്ട്, ഇസ്തറക്ക ഖാമ യഅമലു ഹാവല ഇജ്തഹദ അൽസമ ഖാദ യഹ്ദഫു ഹറള ഖള. അപ്പോൾ മയ്യസത്തു ഹാദിഹി അൽ കലിമാത്തി, ഈ കലിമത്തുകളെ വേർതിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇന്നഹ മുഖത്തരിനത്തും ബി സമനിൻ, ഈ കലിമത്തുകളൊക്കെ ഒരു കാലത്തെ സൂചിപ്പിക്കുന്നതാണ്. ഹൽ ഹുനാക്ക അയ്യു ഫറഖിൻ ഫി അസ്മനത്തിഹ, ഈ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ അതിൻ്റെ കാലങ്ങളിൽ? നാം ഉണ്ട്. ഹുന നന്തഖിലു ഇല മുനാഖിഷത്തി ഹൗല ഹാദിഹിൽ കലിമാത്തി. മിൻഹുന ഇവിടുന്ന് നന്തഖിലു നമ്മൾ നീങ്ങുന്നു ഇല മുനാഖിഷത്തി ഹൗല ഹാദിഹിൽ കലിമാത്തി, ഈ കലിമത്തുകളെ നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നതിലേക്ക് നീങ്ങാം. അപ്പോൾ ഈ ഗാന്ധിയുടെ പാരഗ്രാഫ് നമ്മൾ പഠിച്ചു. അതിൻ്റെ അർത്ഥം എല്ലാവരും പഠിക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. അല്ല എങ്കിൽ അതൊന്നും ആരും വിശദീകരിക്കലില്ല പിന്നെ പാഠപുസ്തകത്തിൽ. അപ്പോൾ ഞാൻ വിശദീകരിച്ച് തന്നത് അതിൻ്റെ അർത്ഥം എല്ലാവരും പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ്. പിന്നെ അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. അർത്ഥം എല്ലാവരും പഠിക്കണം. എന്നാലേ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അറബിയിൽ നമുക്ക് എഴുതാനൊരു നമ്മുടെ വൊക്കാബുലറി വർദ്ധിക്കും. വൊക്കാബുലറി ഒരു 3000 വേർഡ്സ് എങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ഈ നമ്മുടെ ഒരു ഭാഷ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അത് എഴുതാനോ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വാക്കുകളുടെ അർത്ഥമൊക്കെ എല്ലാവരും പഠിക്കണം. പിന്നെ നമ്മൾ തുടങ്ങുകയാണ്.
അപ്പോൾ കീവേഡ്സ് ഫിയലുൽ മാലി, ഫിയലുൽ മുലാരിയ, ഫിയലുൽ അംറ്. ഫിയലുൽ മാലി എന്ന് പറഞ്ഞാൽ മാലി പാസ്റ്റ് ടെൻസ്, മുലാരിയ വെർബ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് രണ്ടിനും മുലാരിയ ഉപയോഗിക്കും. ഫിയലുൽ അംറ് കമാൻഡിങ് വെർബാണ്. നീ ചെയ്യ്, നീ പോ, നീ എഴുത് എന്നൊക്കെ പറയുന്ന കമാൻഡിങ് വെർബാണ് ഫിയലുൽ അംറ്. അപ്പോൾ കത്തബ റാഷിദുൻ റിസാലത്തൻ, റാഷിദ് എഴുതി, കത്തബ എഴുതി, റാഷിദ് എഴുതി, റിസാലത്തൻ ഒരു ലെറ്റർ എഴുതി. യദ്ഹബു ത്വാലിബു ഇലൽ കുല്ലിയത്തി, ത്വാലിബ് വിദ്യാർത്ഥി പോകുന്നു, ഇലൽ കുല്ലിയത്തി കോളേജിലേക്ക്. തഷ്റബു ഫാത്തിമ അൽമാ, ഫാത്തിമ കുടിക്കുന്നു, അൽമാ വെള്ളം. പിന്നെ ഇതാ നളർന ഇലൽ അംസലത്തി, ഈ ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ ഫനജിദു നമുക്ക് കിട്ടും അന്നൽ കലിമാത്തി കത്തബ, കലിമത്തുകൾ. കത്തബ എന്ന കലിമത്ത്, യദ്ഹബു എന്ന കലിമത്ത്, തഷ്റബു എന്ന കലിമത്ത്, ഇതൊക്കെ തദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൻ ഖാസിൻ, ഒരു ഖാസായ ഒരു സമന്, ഒരു കാലത്തെ കുറിച്ച് അറിയിക്കുന്ന ഒരു ഇതാണ്, ഒരു വെർബുകളാണ്. ഇപ്പം കലിമത്തു കത്തബ, കത്തബ എന്നുള്ള വേർഡ് വാക്ക് തദുല്ലു അലൽ കിതാബത്തി ഫി സമനിൽ മാലി, കഴിഞ്ഞു പോയ കാലത്തിൽ എഴുതിയതിനെ പറ്റിയാണ് പറയണത്. അതാണ് കത്തബ റാഷിദുൻ റിസാലത്തൻ, റാഷിദ് എഴുത്തെഴുതി എന്ന് പറയുന്നത് എഴുതി, അത് കഴിഞ്ഞു പോയി, അതിനെ പറ്റിയാണ്. അത് പാസ്റ്റ് ടെൻസ് ആണ്. റോട്ട്, റാഷിദ് റോട്ട് എ ലെറ്റർ. യദ്ഹബു തദുല്ലു അലാ ദിഹാബി ഫി സമനിൽ ഹാദിരി അവിൽ മുസ്തഖ്ബലി. അപ്പോൾ യദ്ഹബു എന്ന് പറയുന്നത്, യദ്ഹബു എന്ന് പറയുന്നത് തദുല്ലു അലാ ദിഹാബി ഫി സമനിൽ ഹാദിരി, ഫി സമനിൽ ഹാദിരി അവിൽ മുസ്തഖ്ബലി. ഹാദിർ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ്, അല്ലെങ്കിൽ മുസ്തഖ്ബൽ ഫ്യൂച്ചർ ടെൻസ്. ഈ പ്രസന്റ് ആയിട്ടുള്ള ഈ സമയത്തോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ വരും കാലത്തോ യദ്ഹബു ത്വാലിബു ഇലൽ കുല്ലിയത്തി, വിദ്യാർത്ഥി കോളേജിലേക്ക് പോകും അല്ലെങ്കിൽ പോകുന്നു എന്നൊക്കെ പറയാം. പിന്നെ കലിമത്ത് തഷ്റബു എന്നുള്ള ആ ഫിയല് തദുല്ലു അല ഷുർബി ഫി സമനിൽ ഹാദിരി അവിൽ മുസ്തഖ്ബലി. അപ്പോൾ തുഅറഫു ഹാദിഹിൽ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ തുഅറഫുൽ കലിമാത്ത് മിൻ ഹാദൻ നൗഇ ഫിഅലൻ, ഈ കലിമത്തുകൾ അറിയപ്പെടും മിൻ ഹാദൻ നൗഇ, ഇങ്ങനെയുള്ള ഈ വിഭാഗത്തിലുള്ള വാക്കുകൾ അറിയപ്പെടും ഫിയലായിട്ട്. പിന്നെ അൽ ഫിയലു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഫിയൽ എന്ന് പറഞ്ഞാൽ കുല്ലു ലഫ്ലിൻ, എല്ലാ വാക്കുകളും, യദുല്ലു അലാ ഹദസിൻ മുർത്തബത്തിൻ ബി സമനിൻ മിനൽ അസ്മനത്തി സലാസത്തി, 3 കാലങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം, അതാണ് ആ സംഭവത്തെ പറ്റി അറിയിക്കുന്ന ഒരു വാക്കിനാണ് ഫിയൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഫിയലിൻ്റെ താരീഫ് ഈ റെഡിങ്കിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കുല്ലു ലഫ്ലിൻ യദുല്ലു അലാ ഹദസി ഇൻ മുർത്തബത്തിൻ ബി സമനിൻ മിനൽ അസ്മനത്തി സലാസ. ഇനി അതിൻ്റെ എക്സസൈസാണ്. ഇഖ്റയിൽ ജുമലല്ലാത്തിയ വ മയ്യിസ് എന്നാണ് ഇവിടെ, മയ്യിസ്. മയ്യിസിൽ അഫ്ആൽ. ഇഖ്റയിൽ ജുമലല്ലാത്തിയ, താഴെ പറയുന്ന ജുംലകളെന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് വായിക്കുക. എന്നിട്ട് മയ്യിസിൽ അഫ്ആൽ, ഫേലുകളെ വേർതിരിക്കുക എന്നർത്ഥം. അപ്പോൾ ഇത്
ഈ ചോദ്യത്തിൻ്റെ ഒക്കെ അർത്ഥം പഠിക്കണം. അത് പരീക്ഷയ്ക്കൊക്കെ വളരെ ഉപകാരപ്പെടും. ഇഖ്റ, ഇവിടെ ഇഖ്റ എന്ന് പറഞ്ഞാൽ വായിക്കുക. അൽ ജുമലുല്ലാത്തിയ, താഴെ പറയുന്ന സെൻറ്റൻസസ് വ മയ്യിസിൽ അഫ്ആൽ, ഫിയലുകളെ വെർബുകളെ വേർതിരിക്കുക. ഇവിടെ ലഅബ ത്വഫ്ലു ഫിൽ ഹദീഖത്തി, ലഅബ ത്വഫ്ലു ഫിൽ ഹദീഖത്തി. ലഅബ ത്വഫ്ലു എന്ന് പറഞ്ഞാൽ കുട്ടി കളിച്ചു, ഫിൽ ഹദീഖത്തി തോട്ടത്തിൽ, പൂന്തോട്ടത്തിൽ കുട്ടി കളിച്ചു. പൂന്തോട്ടം ഹദീഖത്ത്. ലഅബ ത്വഫ്ലു ഫിൽ ഹദീഖത്തി, അല്ലെങ്കിൽ പാർക്കിൽ കുട്ടി കളിച്ചു. പിന്നെ യക്തുബുൽ ഉസ്താദു അല സബൂറത്തി, യക്തുബുൽ ഉസ്താദു, ഉസ്താദ് എഴുതുന്നു, അല സബൂറത്തി ബോർഡിന്മേൽ ഉസ്താദ് എഴുതുന്നു. പിന്നെ തർഖസുൽ ഫതാത്തു അലൽ മസ്റഹ്, അപ്പോൾ തർക്കുസുൽ ഫത്താത്തു, യുവതി ഡാൻസ് ചെയ്യുന്നു, അലൽ മസ്റഹി ക്ലബിൽ, തിയേറ്ററിൽ യുവതി ഡാൻസ് ചെയ്യുന്നു. പിന്നെ നാലാമത്തത് യഫ്തഹു റാഷിദുൻ അൽ ബാബ, യഫ്തഹു റാഷിദുൻ അൽ ബാബ, യഫ്തഹു തുറക്കുന്നു, റാഷിദ് അൽ ബാബ വാതിൽ തുറക്കുന്നു. പിന്നെ കത്തബത്ത് തിൽമീദു ദർസഹു, തിൽമീദ് വിദ്യാർത്ഥി എഴുതുന്നു, ദർസഹു അവൻ്റെ പാഠം എഴുതുന്നു. പിന്നെ അസ്സമറു, അസ്സമറു യതസാഖത്തു അലൽ അർളി, പഴം, യതസാഖത്തു അത് വീഴുന്നു, അലൽ അർളി ഭൂമിയിൽ വീഴുന്നു. അപ്പോൾ ഇവിടെ ഫിയൽ, അപ്പോൾ ഇവിടെ കുറച്ച് ഫിയലുകളൊക്കെ പഠിച്ചു. ഫിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഇതുവരെ പഠിച്ചത്. പിന്നെ ഇനി അൽ ഫിയലുൽ മാദി, മാദിയായ ഫിയൽ എന്താണെന്ന് പറയാം. മാദിയായ ഫിയൽ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്. ഖറഅ ജാബിറുൻ ദർസഹു, ഖറഅ ജാബിറുൻ, ജാബിർ വായിച്ചു, ദർസഹു അവൻ്റെ പാഠം. പിന്നെ ലഅബ ഇബ്രാഹിമു ബിൽ ഖുറത്തി, ഇബ്രാഹിം പന്ത് കളിച്ചു, ലഅബ കളിച്ചു, ഇബ്രാഹിം ബിൽ ഖുറത്തി ഫുട്ബോൾ. പിന്നെ നാമ റാഷിദുൻ, റാഷിദ് ഉറങ്ങി. ജാഅത്ത് സൽമ മിനൽ മദ്രസത്തി, സൽമ വന്നു, മിനൽ മദ്രസത്തി സ്കൂളിൽ നിന്ന്. വഖഫത്തിൽ ബിന്ദു അമാമൽ മർഅത്തി, വഖഫത്തിൽ ബിന്ദു പെൺകുട്ടി നിന്നു, അമാമൽ മർഅത്തി ആ സ്ത്രീയുടെ മുന്നിൽ. അപ്പോൾ ഇതൊക്കെ മാദിയ. ഇനി അതിൻ്റെ ഇതാ തഅമ്മൽന ഫി ജമീഅ ഹാദിഹിൽ അംസിലത്തി, ഇതാ തഅമ്മൽന നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഫി ജമീഅ ഹാദിഹിൽ അംസിലത്തി ഈ എല്ലാ ഉദാഹരണങ്ങളിലും, വജദ്ന നമ്മൾക്ക് കിട്ടും, കുല്ല വാഹിദത്തിൻ മിൻഹ ഈ എല്ലാ ഓരോന്നും, ബദഅത്ത് അത് തുടങ്ങിയിരിക്കുന്നു, ബി കലിമത്തിൻ ഒരു വാക്കുകൊണ്ട്. ആ സെൻറ്റൻസിനൊക്കെ നമ്മൾ നോക്കിയാൽ അതൊക്കെ ഒരു വാക്കുകൊണ്ട് തുടങ്ങിയിരിക്കുന്നു. ഏത് വാക്ക്? തദുല്ലു അലാ ഹുസൂലി ഷൈഇൻ, ഒരു കാര്യം ചെയ്ത് കിട്ടുന്നതിൽ നിന്ന് അതിൻ്റെ മേലെ, ഒരു കാര്യം കിട്ടുന്നതിൻ്റെ മേലെ. ഫി സമനിൻ മള, കഴിഞ്ഞു പോയ ഒരു കാലത്തിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കിട്ടുന്നതിൻ്റെ മേലെ അത് അറിയിച്ചിരിക്കുന്നു. അത് അങ്ങനത്തെ ഒരു വാക്ക് നിങ്ങൾക്ക് ആ സെൻറ്റൻസിലൊക്കെ കിട്ടും. ഖബല തകല്ലുമി, ഈ പറയുന്ന ഇതിന് മുമ്പ്. മസലൻ ഈ ഖബല തകല്ലുമി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് സംഭവിച്ചത്. മസലൻ ഉദാഹരണം കലിമത്ത് ഖറഅ എന്നുള്ള വാക്ക്, അത് ഖറഅ എന്ന് പറഞ്ഞാൽ എഴുതി, അല്ല വായിച്ചു. അത് തദുല്ലു അലൽ ഖിറാഅത്തി വായനയുടെ മേൽ അറിയിക്കുന്നതാണ്. ഫി സമനില്ലദീ മളാ കഴിഞ്ഞു പോയ കാലത്തിൽ. ഖബല അത്തകല്ലുമി നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞു പോയൊരു കാലത്തിൽ അറിയിക്കുന്നതാണ് ഖറഅ എന്നുള്ളത്, വായിച്ചു. വലിഹാദ ഇതുകൊണ്ട് തുസമ്മ കുല്ലു കലിമത്തിൻ മിനൽ കലിമാത്തില്ലത്തി മിൻ ഹാദൻ നൗഇ ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാ
കലിമത്തുകൾക്കും വാക്കുകൾക്കും ഫിയലൻ മാലിയൻ മാലിയായ ഫിയൽ എന്ന് പറയപ്പെടും. തുസമ്മ കുല്ല കലിമത്തിൻ, ഈ എല്ലാ കലിമത്തുകൾക്കും പറയപ്പെടും. മിനൽ കലിമാത്തിൽ അല്ലത്തി മിൻ ഹാദൻ നൗഇ, ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാ കലിമത്തുകൾക്കും പറയപ്പെടും ഫിയലൻ മാലിയൻ മാലിയായ ഫിയൽ എന്ന്. അപ്പോൾ ഇനി ഫിയലുൽ മാലിയുടെ താരീഫാണ് കൊടുത്തിട്ടുള്ളത്. കലിമത്തുൻ തദുല്ലു അല അമലിൻ ഹസലിൻ അല അമലിൻ ഹസല വ തമ്മ ഖബല കലാമിന അൻഹു ഐ ഫി സമനിൻ മള. കലിമത്തുൻ തദുല്ലു അറിയിക്കുന്ന ഒരു വാക്ക്, അല അമലിൻ ഒരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു വാക്ക്, ഹസല അത് കരസ്ഥമായിരിക്കുന്നു, വ തമ്മ അത് പൂർത്തിയായിരിക്കുന്നു, ഖബല കലാമിന അൻഹു നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഈ സമയത്തിന് മുമ്പ്. ആയി എന്ന് വെച്ചാൽ ഫി സമനിൻ മള കഴിഞ്ഞു പോയ കാലത്തിൽ എന്നർത്ഥം. അപ്പോൾ മാലിയായ ഫിയൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലത്തിൽ സംഭവിച്ച ഒരു വാക്കിൻ്റെ ഒരു കാര്യത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. അതിനാണ് ഫിയൽ മാലി എന്ന് പറയാം, പാസ്റ്റ് ടെൻസ് എന്ന് പറയാം ഇംഗ്ലീഷിൽ. പിന്നെ അതിൻ്റെ എക്സസൈസ് ഫിയലൻ മാലിയൻ ഫിൽ മക്കാനിൽ ഖാലി മിമ്മാ യഅതി. ഇവിടെ ഒരു എക്സസൈസാണ്. എന്ന് പറഞ്ഞാൽ ഫിൽ വെക്കുക, ഫിയലൻ മാലിയൻ മാലിയായ ഫിയൽ വെക്കുക, ഫിൽ മക്കാനിൽ ഖാലി ഒഴിവുള്ള സ്ഥലത്ത് മിമ്മാ യഅതി താഴെ പറയുന്നതിൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്ക് വെക്കുക എന്നർത്ഥം. പക്ഷേ ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അതാണ് ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം. ഫിയലുൻ മാലിയൻ ഫിൽ മക്കാനിൽ. അപ്പോൾ അൽ ബിന്ദു അത്താമ, ഇവിടെ അൽ ബിന്ദു അത്താമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിന്ദു എന്ന് പറഞ്ഞാൽ പെൺകുട്ടി, അത്താമ ഭക്ഷണം. എന്താ പെൺകുട്ടി എന്താ ചെയ്യുക? ഭക്ഷണത്തിന് തിന്നും. അപ്പോൾ അക്കല മാദിയായ ഫെയിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അക്കല എന്ന് പറഞ്ഞാൽ അത് മസ്കുലിൻ ജെൻഡറാണ്, അതിനെ നമ്മൾ ഫെമിനിൻ ജെൻഡർ ആക്കണം. അപ്പോൾ അക്കലത്തിൽ ബിന്ദു, ഈ ബിന്ദു ഫെമിനിൻ ജെൻഡർ ആയതുകൊണ്ട് ഫെയിലിനും നമ്മൾ ഫെമിനിൻ ജെൻഡർ വരുത്തണം. അക്കലത്തിൽ ബിന്ദു അത്താമ പെൺകുട്ടി ഭക്ഷണം കഴിച്ചു. പിന്നെ അൽ ഉസ്താദ് ബിൽ കലമി, കലമ് കൊണ്ട് ഉസ്താദ് എന്താ ചെയ്യുക? കത്തബ എഴുതി കത്തബൽ ഉസ്താദു ബിൽ കലമി, കത്തബൽ ഉസ്താദു ബിൽ കലമി. പിന്നെ അത്തിഫിലു ബിൽ കുറത്തി, തിഫില് കുട്ടി പന്തുകൊണ്ട് എന്ത് ചെയ്യും? ബിൽ കുറത്തി പന്തുകൊണ്ട്. അത്തിഫിലു ബിൽ കുറത്തി ലായിബ, മാദിയായ ഫെയിലാണ് വേണ്ടത്. ലായിബ തിഫിലു ബിൽ കുറത്തി. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എഴുതാം അക്കല, അക്കലത്തിൽ ബിന്ദു. അക്കലത്തിൽ ബിന്ദു അത്വാമ. പിന്നെ ഇവിടെ അൽ ഉസ്താദ് ബിൽ കലമി, അത് നമുക്ക് കത്തബ എന്ന് എഴുതാം. കത്തബൽ ഉസ്താദു ബിൽ കലമി. അവിടെ ബാക്കിയുള്ള ആ ഡോട്ട്സ് ഒന്നും ഇപ്പം ഞാൻ ഇവിടുന്ന് ഒഴിവാക്കണില്ല, മനസ്സിലാക്കിയാൽ മതി. പിന്നെ ലായിബ, അപ്പൊക്കെ കുറേ നേരം പിടിക്കും. ലായിബ തിഫ്ലു ബിൽ ഖുറത്തി. പിന്നെ മുഹമ്മദുൻ മിനൽ മദ്രസത്തി, മുഹമ്മദ് മദ്രസയിൽ നിന്ന് എന്താ വന്നു എന്നായിരിക്കും. അപ്പോൾ ജാ മുഹമ്മദുൻ ജാ മുഹമ്മദുൻ മിനൽ മദ്രസത്തി. അപ്പോൾ
ഈ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ ഈ ബാക്കിയുള്ള ഡോട്ട്സ് ഒന്നും ഇത് ഒഴിവാക്കണില്ല. അപ്പോൾ ഒഴിവാക്കുന്ന സമയം വൈകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മാദിയായ ഫിയൽ കഴിഞ്ഞു. ഇനി മുലാരിയായ ഫിയൽ. മുലാരിയായ ഫിയൽ അൽ ഫിയലുൽ മുലാരി ഇഖ്റഅൽ കിതാബ. അക്രാവ് മുലാരിയായ ഫിയലാണ്. അക്രാവുൽ കിതാബ, ഞാൻ ബുക്ക് വായിച്ചു, വായിക്കുന്നു. അക്രാവ് എന്ന് പറഞ്ഞാൽ വായിക്കുന്നു. ഇവിടെ ഇക്രാവ് എന്നും നമുക്ക് വായിക്കാൻ വേണമെങ്കിൽ, പക്ഷേ ഈ ഹംസ മേലിട്ടത് കൊണ്ട് അക്രാവു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അക്രാവുൽ കിതാബ, ഞാൻ കിതാബ് പുസ്തകം വായിക്കുന്നു. പിന്നെ ഉസാഫിറു ഇലൽ മദീനത്തി, ഞാൻ പട്ടണത്തിലേക്ക് പോകുന്നു, യാത്ര ചെയ്യുന്നു. പിന്നെ തക്തുബു ആയിഷ ദർസഹ, ആയിഷ അവളുടെ പാഠം എഴുതുന്നു. തക്തുബു എഴുതുന്നു, അവൾ എഴുതുന്നു. പിന്നെ തഹസിലുൽ ബിന്ദു സിയാബഹ, പെൺകുട്ടി കഴുകുന്നു. സിയാബഹ, അവളുടെ വസ്ത്രം. പിന്നെ യദ്ഹബു അലിയുൻ, യദ്ഹബു അലിയുൻ ഇലൽ ബൈത്തി, അലി പോകുന്നു. ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. യർജിഉൽ വലദു മിനൽ മദ്രസത്തി, യർജിഉൽ വലദു, കുട്ടി മടങ്ങുന്നു. മിനൽ മദ്രസത്തി, മദ്രസയിൽ നിന്ന്. പിന്നെ നസ്റബുഷായ്, നമ്മൾ ചായ കുടിക്കുന്നു. നസ്റബുഷായ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മുലാരിയായ ഫിയലിൻ്റെ അണ്ടറിൽ വരുന്ന ഉദാഹരണങ്ങൾ. പിന്നെ ഇതാ നളർന, നമ്മൾ നോക്കിയാൽ ഇല്ലൽ അംസലത്തി സാബിഖ, മുൻകടന്ന ഉദാഹരണങ്ങളിലേക്ക്. അങ്ങനെ ഫനജിദു, നമുക്ക് കിട്ടും അന്നൽ അഫ്ആല, ഫിയലുകൾ അഖ്റഉ, ഉസാഫിറു, പിന്നെ തക്തുബു, തഗ്സിലു, യദ്ഹബു, യർജിഉ, നസ്റബു, ഇതൊക്കെ യദുല്ലു അലാ ഹുസൂലി അമലിൻ, യദുല്ലു അത് അറിയിക്കുന്നു, അലാ ഹുസൂലി അമലിൻ, ഒരു അമല് ചെയ്ത് കിട്ടിയതിനെ പറ്റി അറിയിക്കുന്നു, ചെയ്ത് കിട്ടുന്നതിനെ പറ്റി അറിയിക്കുന്നു. ഫി സമനിൻ ഹാദിറിൻ, പ്രസൻറ്റ് ടെൻസിൽ, ഈ പറയുന്ന ഈ സമയത്ത് ചെയ്ത് കിട്ടുന്നതിനെ പറ്റി, ചെയ്യുന്നതിനെ പറ്റി അറിയിക്കുന്നു. ഔ മുസ്തഖ്ബലിൻ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ. മസലൻ കെലിമത്ത് അക്രാവു, ഇവിടെ അക്രാവു എന്ന് പറഞ്ഞാൽ ഞാൻ വായിക്കുന്നു എന്നും അർത്ഥം വെക്കുക, ഞാൻ വായിക്കും എന്നും അർത്ഥം വെക്കുക. തദുല്ലു അലൽ ഖിറാഅത്തി ഫി സമനിൽ ഹാദിരി, അക്രാവു എന്നുള്ളത് തദുല്ലു അലൽ ഖിറാഅത്തി, വായനയുടെ മേൽ അറിയിക്കും. ഫി സമനിൽ ഹാദിരി, ഹാദിറായ സമയത്ത്. ഹാദിറായ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. അവിൽ മുസ്തഖ്ബലി, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ. രണ്ടിനും അത് പറയും. അത് നമ്മളതിൻ്റെ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ആണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്. അങ്ങനെ വയുസമ്മ കുല്ലു ഫിയലിൻ മിനൽ അഫ്ആലി, ഈ ഫിയലുകളിൽ നിന്നുള്ള എല്ലാ ഫിയലിനും പറയപ്പെടും മിൻ ഹാദൻ നൗഇ, ഈ വിഭാഗത്തിൽപ്പെട്ട ഫിയലൻ മുലാരിയാൻ, മുലാരിയായ ഫിയൽ എന്ന് പറയപ്പെടും. പിന്നെ വൈദാ തഅമ്മൽന ഇലൽ അഫ്ആലി മറത്തൻ, വൈദാ തഅമ്മൽന, നമ്മൾ ഒന്നുകൂടി ഇലൽ അഫ്ആലി മറത്തൻ ഉഖ്റ, നമ്മൾ ഒരു പ്രാവശ്യം കൂടിയും ഈ ഫിയലുകളെ പറ്റി ചിന്തിച്ചാൽ, മറത്തൻ ഉഖ്റ എന്ന് പറഞ്ഞാൽ വൺസ് മോർ, നജിദു, നമുക്ക് കിട്ടും, കുല്ല വാഹിദിൻ മിൻഹ, ഇതിൽ നിന്ന് ഓരോന്നും തുടങ്ങിയിട്ടുള്ളത്, യബ്തദിഉ, കുല്ലു വാഹിദിൻ മിൻഹ യബ്തദിഉ ബിൽ ഹംസ അവിത്താഇ അവിൽ യാഇ വന്നൂനി, ഈ പറഞ്ഞ ഒന്നുകിൽ ഹംസ കൊണ്ട്, അല്ലെങ്കിൽ താവ് കൊണ്ട്, അല്ലെങ്കിൽ യാവ് കൊണ്ട്, അല്ലെങ്കിൽ നൂന് കൊണ്ട്, ഈ പറയുന്ന ഏതെങ്കിലും അക്ഷരങ്ങളെ കൊണ്ടായിരിക്കും ഈ ഫിയലുകളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അക്രാവു ഹംസ കൊണ്ടാണ്. പിന്നെ യദ്ഹബു യാ കൊണ്ടാണ്. പിന്നെ നസ്റബു നൂന് കൊണ്ടാണ്. തഗ്സിലു താ കൊണ്ടാണ്. അപ്പോൾ ഉദാഹരണത്തിന് അത്തൈന എന്ന് പറഞ്ഞ 4 അക്ഷരങ്ങളെ കൊണ്ടായിരിക്കും ഈ മുലാരിയായ ഫിയൽ തുടങ്ങുക. അതെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഫഅല എന്നുള്ള മാദിയായ ഫിയൽ മുലാരിയ ആക്കണമെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ മുന്നിൽ ഹംസ ചേർക്കുക,
അല്ലെങ്കിൽ താ ചേർക്കുക, അല്ലെങ്കിൽ യാ ചേർക്കുക, അല്ലെങ്കിൽ നൂന് ചേർക്കുക. എന്നിട്ട് ആ ഫാല ആ ഫാല ആണ് മുലാരി ആക്കണമെങ്കിൽ ഫായിനെ സുക്കൂന് ചെയ്യുക. അഫ്, അതാണ് അഫ് ആ ലു. എന്നിട്ട് ആ ലാമിന് ലമ്മും ചെയ്യുക. അപ്പോൾ മുലാരി ഫിയലായി. അപ്പോൾ സിയാദത്തൻ അലൽ ഹുറൂഫിൽ അസ്ലിയ, അസ്ലിയായ ഹുറൂഫുകളിൽ നിന്ന് കൂടുതലായിട്ട് ഈ നാലിൽ ഏതെങ്കിലും ഒരു അക്ഷരം ചേർക്കണം. ഈ അലിഫും ഇവിടെ നൂനും ബ്രാക്കറ്റിൽ ഇട്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അത് ഫസ്റ്റ് പേഴ്സണെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതാണ്. അഫ്അലു നഫ്അലു എന്നൊക്കെ പറഞ്ഞാൽ അഫ്അലു ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അക്റവു ഞാൻ വായിക്കുന്നു, നക്റവു ഞങ്ങൾ വായിക്കുന്നു. അപ്പോൾ അത് ഫസ്റ്റ് പേഴ്സണെ ഉദ്ദേശിച്ചാണ് ഇത്. ബാക്കിയെല്ലതും താവും യാവും ഒക്കെ ഫെമിനിൻ ജെൻഡർ ഉപയോഗിക്കുമ്പോഴും മസ്കുലിൻ ജെൻഡർ ഉപയോഗിക്കുമ്പോഴും ഹാദർ വായിബ് ഇതിനൊക്കെ ഉള്ളതാണ്. പിന്നെ തുറഫു ഹാദിൽ ഹുറൂഫുൽ അർബഅ ബി ഹുറൂഫുൽ മുലാരിയ. അപ്പോൾ ഹുറൂഫുൽ മുലാരിയ എന്നാണ് ഈ 4 അക്ഷരങ്ങളെ പറ്റി പറയുക. അത് ഒരു പോയിൻ്റാണ്. ഹുറൂഫുൽ മുലാരിയ അത്തൈന, അത്തൈന എന്ന് പറഞ്ഞതിൽ അലിഫ് താ യാ നൂന്. മുലാരിയ ഫിയലിൻ്റെ താരീഫ് എന്താണ്? അൽ ഫിയലുൽ മുലാരിയു കലിമത്തുൻ തദുല്ലു അലാ അമലിൻ യഹ്സുലു ഫിൽ ഹാദിരി അവിൽ മുസ്തഖ്ബിൽ. ഇതാണ് ഇതിൻ്റെ മുലാരിയ ഫിയലിൻ്റെ താരീഫ്. കലിമത്തുൻ തദുല്ലു അലാ അമലിൻ, ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് അറിയിക്കുന്ന വാക്ക്. യഹ്സുലു ഫിൽ ഹാദിരി, ഹാദിറായ സമയത്ത് അത് കരസ്ഥമായി, അല്ലെങ്കിൽ അവൽ മുസ്തഖ്ബില്, അല്ലെങ്കിൽ മുസ്തഖ്ബിലിൽ കരസ്ഥമാവും. ഹാദിറായ സമയത്ത് കരസ്ഥമാകുന്നതോ മുസ്തഖ്ബിലിൽ ഫ്യൂച്ചറിൽ കരസ്ഥമാകുന്നതോ ആയ ഒരു പ്രവൃത്തിയെ കുറിച്ച് അറിയിക്കുന്ന വാക്കിനാണ് മുലാരിയായ ഫിയൽ എന്ന് പറഞ്ഞത്. അപ്പോൾ യബ്തദിഉൽ ഫിഅലുൽ മുലാരിയു ദായിമൻ, യബ്തദിഉൽ ഫിഅലുൽ മുലാരിയു ദായിമൻ, എപ്പോഴും. ദായിമൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും മുലാരിയായ ഫിയൽ തുടങ്ങും ബി ഹർഫിൻ മിൻ അഹ്റുഫിൽ മുലാരിയ, മുലാരിയയുടെ ഹർഫുകളിൽ നിന്നൊരു ഹർഫ് കൊണ്ട് തുടങ്ങും. ഹർഫുൽ മുലാരിയത അത്തൈന. ആ ഹർഫുൽ മുലാരി വഹിയ അൽ ഹംസത്തു വത്താഉ വൽ യാഉ വന്നൂനു. പിന്നെ എക്സസൈസ് തദ്രീബ്. ലാ എന്ന് പറഞ്ഞാൽ വെക്കുക, അല്ലെങ്കിൽ ഫിഅല മുലാരിയൻ ഫിൽ മക്കാനിൽ ഖാലി മിമ്മാ യഅതി. ഈ താഴെ പറയുന്നതിൽ ഖാലിയായ സ്ഥലത്ത് ഫിഅല മുലാരി വെക്കണം എന്ന്. പിന്നെ അല്ലുമ്മു ഔലാദഹ, ഇവിടെ അല്ലുമ്മു ഔലാദഹ, ഇവിടെ ഇപ്പം എന്തെന്നാ ചേർക്കുക? അല്ലുമ്മു ഉമ്മ, ഔലാദഹ അവളുടെ കുട്ടികളെ. എന്തപ്പോൾ ഇവിടെ വെക്കേണ്ട ഒരു പിന്നെ വാക്കുണ്ടാവുക? അപ്പോൾ യൽറിബു തൊല്ലറിബു എന്ന് കൊടുക്കാം, അല്ലേ? അല്ലെങ്കിൽ തൻസഹു എന്ന് കൊടുക്കാം, തൻസഹു എന്ന് കൊടുക്കാം. തൻസഹു എന്ന് പറഞ്ഞാൽ നസഹ എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു. നസഹ അത് ഫിയലാണ്, മാദിയായ ഫിയലാണ്. അതിനെ മുലാരിയായ ഫിയലാക്കുമ്പോൾ ഇവിടെ ഉമ്മ ഫെമിനിൻ ജെൻഡർ ആയതുകൊണ്ട് നമുക്ക് തൻസഹു ആക്കണം. അപ്പോൾ താ മുന്നിൽ വെച്ചു. തൻസഹുൽ ഉമ്മു ഔലാദഹ, ഉമ്മ അവളുടെ കുട്ടികളെ ഉപദേശിക്കുന്നു എന്നായി. പിന്നെ അന്നസിഹത്തു മിനൽ ആഖിലി, അന്നസിഹത്ത മിനൽ ആഖിലി എന്ന് കൊടുക്കാം. അന്നസിഹത്ത ഉപദേശത്തെ, മിനൽ ആഖിലി ഒരു ബുദ്ധിമാനിൽ നിന്ന്. അന്നസിഹത്ത, അപ്പോൾ ഒരു ഉപദേശത്തെ ബുദ്ധിമാനിൽ നിന്ന് എന്താ വേണ്ടത്? ഞാൻ കേട്ടു.
അപ്പോൾ സമയ എന്ന് പറഞ്ഞാൽ മാദിയായ ഫിയലാണ്, കേട്ടു. അതിൻ്റെ മുളാരിയ ഞാൻ കേട്ടു, അസ്മാഉ, അല്ലെങ്കിൽ അസ്മാഉ അന്നസിഹത്ത മിനൽ അഖ്ലി. മുളാരിയ ഫിയൽ വേണം. ഞാൻ ഒരു ബുദ്ധിമാനിൽ നിന്ന് ഒരു ഉപദേശം കേട്ടു എന്ന് പറഞ്ഞു, കേൾക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ മിനൽ മദ്രസത്തി മസാഅൻ, മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന്, മസാഅൻ ഈവനിങ്ങിൽ മദ്രസയിൽ നിന്ന് എന്താ ഉണ്ടാവുക, വരികയാണ് ഉണ്ടാവുക. ആര് വരും? ഇവിടെ വേറെ ആരിനെയും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ വരും എന്നുള്ള ഇത് വെക്കാം. അപ്പോൾ വന്നു, യജീഉ ഞാൻ വരുന്നു, യജീഉ ഞാൻ വരും, അല്ലെങ്കിൽ ഞാൻ വരും, മിനൽ മദ്രസത്തി മസാഅൻ വൈകുന്നേരം. പിന്നെ അല്ലബു അസ്സയ്യാറത്ത, അല്ലബു വാപ്പ, അസ്സയ്യാറത്ത കാറ്, വാപ്പ കാറ് എന്താ ചെയ്യുക? ഡ്രൈവ് ചെയ്യുന്നു. അപ്പോൾ ഡ്രൈവിന് എന്താ ഇംഗ്ലീഷ്? കാത, അറബി കാത എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്നു, ഓടിക്കുന്നു. അപ്പോൾ കാത അതിൻ്റെ മുളാരിയായ ഫിയൽ വേണം, യക്കൂദു എന്നാണ്. അല്ലബു മസ്കുലിൻ ജനറാണ്. അപ്പോൾ യക്കൂദുൽ അബു അസ്സയ്യാറ, വാപ്പ കാർ ഓടിക്കും. അപ്പം ഇനി നമുക്ക് ഇതിവിടെ വേണമെങ്കിൽ ഒന്ന് ഫില്ല് ചെയ്യാം. എന്താണ് നസഹ? നസഹ അല്ലേ നമ്മൾ പറഞ്ഞ? നസഹ. ഓക്കെ, നസഹത്ത് വേണം. നസഹത്തിൽ ഉമ്മു, ഫെമിനിൻ ജെൻഡർ ആയതുകൊണ്ട് നസഹത്തിൽ ഉമ്മു ഔലാദഹ. പിന്നെ അസ്മാഉ നസീഹത്ത മിനൽ ആഖിലി, അസ്മാഉ നസീഹത്ത മിനൽ ആഖിലി. പിന്നെ യജീഉ, അപ്പോൾ ജിഇതു മിനൽ മദ്രസത്തി യഖൂദു, യഖൂദുൽ അബു അസ്സയ്യാറത്ത. അപ്പം മുളാരിഅ ഫിയലിൻ്റെ ഉദാഹരണങ്ങളായി. പിന്നെ ഇനി മൂന്നാമത്തെ അത് ഫിയലുൽ അംറാണ്, കമാൻഡിങ് വെർബ്. ഫിയലുൽ അംർ കമാൻഡിങ് വെർബ്. പിന്നെ അതെന്താണ്? ഉക്തുബ് ദർസക, ഉക്തുബ് എന്ന് പറഞ്ഞാൽ നീ എഴുത്, ഉക്തുബ് നീ എഴുത്, ദർസക നിന്റെ ലെസൺ, നിന്റെ പാഠം നീ എഴുത്. പിന്നെ അൽബസ് എന്ന് പറഞ്ഞാൽ ഇൽബസ് സിയാബക്ക നിന്റെ വസ്ത്രം നീ ധരിക്ക്, ഇൽബസ് സിയാബക്ക നിന്റെ വസ്ത്രം നീ ധരിക്ക്. പിന്നെ ഇദ്ഹബ് ഇല മദ്രസത്തിക്ക നിന്റെ സ്കൂളിലേക്ക് നീ പോക്. ഇത് നമ്മൾ ഇതാ താമൽന ഫിൽ അംസലത്തി സാബിഖ, മുൻപറഞ്ഞ ഉദാഹരണങ്ങളിൽ നമ്മൾ ചിന്തിച്ചാൽ വജദ്ന അൽ അഫ്ആൽ അല്ലത്തി ഫി അവലിഹ, അതിൻ്റെ ആദ്യത്തിലുള്ള ആ ഫിയലുകളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകും. എന്തെന്ന്? തദുല്ലു അല അന്നൽ മുത്തകല്ലിമ, ഒരു മുത്തകല്ലിമ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നവൻ. തദുല്ലു അല അന്നൽ മുത്തകല്ലിമ് യത്ലുബു മിനൽ മുഹാത്തബി, യത്ലുബു എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുന്നു, മിനൽ മുഹാത്തബി സെക്കൻഡ് പേഴ്സണിൽ നിന്ന്. അപ്പോൾ മുത്തകല്ലിം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സണാണ്, മുഹാത്തബ് സെക്കൻഡ് പേഴ്സണാണ്. ഒരു സെക്കൻഡ് പേഴ്സണിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഉള്ള ഒരാളിൽ നിന്ന് ബിഹാദിഹിൽ അഫ്ആലി, ഈ ഫിയലുകൾ കൊണ്ട് എന്താണ്? ഹുസൂൽ ഷൈഇൻ മിനൽ അഷ്യാഇ, ഒരു കാര്യം സാധിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ആവശ്യപ്പെടുന്നു, സാധിക്കാൻ
ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടുന്നു. അതാണ് അംറു ഫിയൽ. വയൗമുറുഹു അവനോട് കൽപ്പിക്കുന്നു അമല അത് ചെയ്യാൻ, അമലൻ ആ ജോലി ചെയ്യാൻ, ഫി സമനിൽ മുസ്തഖ്ബൽ ഒരു ഭാവിയിൽ ഒരു കാര്യം ചെയ്യാൻ അവനോട് ആവശ്യപ്പെടുന്നു. ആയി ബാധ വക്തി തകല്ലുമി അല്ലെങ്കിൽ ഈ പറഞ്ഞ സമയത്തിന് ശേഷം പറയുന്ന ഈ സമയത്തിന് പെട്ടെന്ന് അടുത്ത് തന്നെ അത് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. മസലൻ ഉക്തുബ് എഴുത്, അൽബസ് ധരിക്ക്, ഇദ്ഹബ് നീ പോ, ഫി കുല്ലി ഹാദ ഈ പറയുന്നതിലെല്ലാം യഉമുറുൽ മുതകല്ലിമു അൽ മുഖാത്തബ യഉമുറുൽ മുതകല്ലിമു കൽപ്പിക്കുന്നു അൽ മുഖാത്തബിനെ സെക്കൻഡ് പേഴ്സണെ ബിഅൻ യഖൂമ ബി അമലിൻ ഫിൽ മുസ്തഖ്ബലി ഭാവിയിൽ ആ ജോലി ചെയ്യാൻ. ലിദാലിക അതുകൊണ്ട് യുസമ്മ കുല്ലു ഫിഅലിൻ മിൻ ഹാദിഹിൽ അഫ്ആലി അംലു ഫിഅലു അംർ ഈ നവയിൽപ്പെട്ട ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ഫിയലിനും അംറു ഫിയൽ എന്ന് പേര് പറയും. അപ്പോൾ അംറു ഫിയലിൻ്റെ താരീഫ് കലിമത്തുൻ തുത്ലബു ബിഹ കലിമത്തുൻ വാക്ക് തുത്ലബു ബിഹ അതുകൊണ്ട് ആവശ്യപ്പെടും ഹസൂല ഷൈ എന്നൊരു കാര്യം ചെയ്ത് കിട്ടാൻ ഫി സമനിൽ മുസ്തഖ്ബലി ഭാവിയിൽ. പിന്നെ അതിൻ്റെ എക്സസൈസുകൾ ഇവിടെ ഇഖ്റയിൽ ജുമലല്ലാത്തിയ താഴെ പറയുന്ന സെൻറ്റൻസ് വായിക്കൂ. വ മയ്യിസിൽ അഫ്ആലിൽ മാദിയായ ഫിയലുകൾ വേർതിരിക്കുക. വൽ അഫ്ആലിൽ മുലാരിയായ ഫിയൽ വേർതിരിക്കുക. വ അഫ്ആലിൽ അംറു ഫിയലും വേർതിരിക്കുക. അപ്പോൾ താഴെ പറയുന്ന ഈ സെൻറ്റൻസുകളിൽ മുലാരിയെ മാലി മുലാരിയെ അംറ് എന്നീ ഫിയലുകളെ വേർതിരിക്കാനാണ് പറഞ്ഞത്. ഇവിടെ എന്താണ് യസ്റഹുൽ മുഅല്ലിമു അദ്ദർസലിൽ തുല്ലാബി. ഇവിടെ എന്താണ് യസ്റഹു ആണ്. യസ്റഹുവിൻ്റെ തുടക്കത്തിൽ യാ ആണ്. അത്തൈന എന്ന് പറയുന്ന മുലാരിയ ഹർഫിൽപ്പെട്ട ഒരു ഹർഫാണ്. അതുകൊണ്ട് ഇത് മുലാരിയാണ്. ഇവിടെ ഇത് മുലാരി. പിന്നെ യുസായിദുൽ അത്ഫാലു ഫി തൻലീഫിൽ ഗർഫത്തി അത്ഫാലു കുട്ടികൾ സഹായിക്കുന്നു ഫി തൻലീഫിൽ ഗർഫത്തി മുറി വൃത്തിയാക്കാൻ. അപ്പോൾ ഇവിടെ യുസായിദു അതും പിന്നെ ഫിയലിൻ്റെ മുന്നിൽ യാ ആണ്. അപ്പോൾ അതും മുലാരിയാണ്. പിന്നെ സാറത്തുല്ലാബു ഹദീഖത്തൽ ഹയവാനി സൂ ഹദീഖത്തുൽ ഹയവാന് സൂ മൃഗശാല തുല്ലാബ് വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. സാറ ഇവിടെ ഇത് സാറയാണ്, മാലിയാണ്. പിന്നെ സമയ അലിയുൻ നസീദത്തൻ അലി കേട്ടു നസീദത്തൻ ഒരു പദ്യം. അലി കേട്ടു ഇവിടെ ഇത് മാലിയാണ്. പിന്നെ ഇവിടെ ഇദ്ഹബ് നീ എണീക്ക് പോ. ഇദ്ഹബ് നീ പോ. ഇല സൂക്കിലേക്ക് പോകൂ എന്ന് ഇത് ഒരു ഓർഡറാണ്, ഒരു കമാൻഡിങ് വെർബാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇദ്ഹബ് ഇല സൂഖി. പിന്നെ ഇസ്തൈഖൽ മുബക്കിറൻ ഇസ്തൈഖൽ നീ ഉണര്, വേക്കപ്പ്, ഏർലി മോർണിംഗ്. മുബക്കിറൻ എന്ന് പറഞ്ഞാൽ അതിരാവിലെ നീ എണീക്ക്, ഒരു അമ്രുഫിയലാണ്. പിന്നെ ഇവിടെ എന്താ ഉദ്കുർ സലാത്ത് അഫ്ആലി മുലാരിയ തബ്ദഉ ബിൽ ഹംസത്തി വസലാത്തുൻ തബ്ദഉ ബിൻ താഇ വസലാത്തുൻ തബ്ദഉ ബിൽ യാഇ വസലാത്തുൻ തബ്ദഉ ബിൻ നൂനി. അപ്പോൾ ഉദ്കുർ പറയാന്ന് പറഞ്ഞാൽ എഴുതുക. ഇവിടെ എഴുതുക സലാത്ത് അഫ്ആലിൻ 3 ഫിയലുകൾ മുലാരിയായ 3 ഫിയൽ എഴുതണം. തബ്ദഉ ബിൽ ഹംസത്തി ഹംസ കൊണ്ട് തുടങ്ങുന്ന, വസലാത്തുൽ 3 തബ്ദഉ ബിൽ താഇ താ കൊണ്ട് തുടങ്ങുന്ന, യാ കൊണ്ട് തുടങ്ങുന്ന, നൂന് കൊണ്ട് തുടങ്ങുന്ന. ഇങ്ങനെ ഓരോ ഹർഫുകളെ കൊണ്ടും തുടങ്ങുന്ന 3
ഉദാഹരണങ്ങൾ ഇവിടെ എഴുതണം. പിന്നെ അപ്പോൾ ആദ്യത്തെ ഇവിടെ ഫേലൂടെ കൊടുത്തിട്ടുണ്ട് അക്തുബു എന്നാണ്. അക്തുബു ഇവിടെ മുലാരിയെ ആക്കാം. അക്തുബു ഫേല് മുലാരിയ അക്തുബു 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 അക്റാവു അക്റാവു അല്ലരിബു അല്ലരിബു അഫ്അലു അഫ്അലു. അപ്പോൾ അലിഫ് കൊണ്ട് തുടങ്ങുന്ന നാല് മൂന്നെണ്ണം പറഞ്ഞുള്ളൂ. മൂന്നെണ്ണമായി. അപ്പോൾ അലിഫ് കൊണ്ട് തുടങ്ങുന്ന മൂന്നെണ്ണമായി. ഇനി തംസി. ഇവിടെ തംസി എന്നാണ്, താവ് കൊണ്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് എഴുതാൻ വേണമെങ്കിൽ തക്റാഉ തക്റാഉ തക്റാഉ. പിന്നെ തളരിബു. ഇവിടെ നമ്മളോട് മൂന്നെണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെ ഇവിടെ തളരിബു തസ്മഉ തസ്മഉ. ഇവിടെയും അസ്മഉ ഒരു ഫേല് കൂടി കൊടുക്കാം. നമ്മളോട് മൂന്നെണ്ണം എഴുതാൻ പറഞ്ഞപ്പോൾ അസ്മഉ. പിന്നെ ഇവിടെ യഖ്റഉ. യാ വെച്ചിട്ട് യളരിബു യളരിബു യസ്മഉ യസ്മഉ. പിന്നെ യംസി വേണമെങ്കിൽ വെക്കാം. യംസി അല്ലെങ്കിൽ യൻജഹു യൻജഹു. പിന്നെ ഇവിടെ നഅ്കുലു ആണ്. നഅ്കുലു നളരിബു നളരിബു. പിന്നെ നസ്മഉ നസ്മഉ.
പിന്നെ നഫ്അലു, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈത്തി ബി സലാസ ജുമലൈൻ കുല്ലി വാഹിദത്തിൻ മിൻഹാ മബ്ദൂഅത്തുൻ ബി ഫിഅലി മാദിൻ. പിന്നൊരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഇവിടെ, ഈത്തി ബി സലാസ ജുമലിൻ, 3 സെൻറ്റൻസുകൾ കൊണ്ടുവരാം. കുല്ലു വാഹിദത്തിൻ മിൻഹാ, അതിൽ ഓരോന്നും മബ്ദൂഅത്തുൻ ബി ഫിഅലി മാദി, മാദിയായ ഫിഅൽ കൊണ്ട് തുടങ്ങുന്ന 3 കലിമത്തുകൾ കൊണ്ടുവരാനാണ് പറയണത്. അത് നിങ്ങൾ എഴുതുക. പിന്നെ ഈത്തി ബി സലാസ ജുമലിൻ, 3 സെൻറ്റൻസുകൾ കൊണ്ടുവരിക. കുല്ലു വാഹിദത്തിൻ മിൻഹാ, അതിൽ ഓരോന്നും മബ്ദൂഅത്തുൻ ബി ഫിഅലി മുളാരിയും, മുളാരിയായ ഫിഅൽ കൊണ്ട് തുടങ്ങുന്ന 3 കലിമത്തുകൾ നിങ്ങൾ എഴുതുക. അങ്ങനെ എഴുതി പഠിക്കുക. അത് ഇതൊക്കെ ഏതെങ്കിലും ഒരു ഫിയലുകൾ, ഈ മുളാരിയായ ഫിയലും മാദിയായ ഫിയലും ഒക്കെ എടുത്തിട്ട് സെൻറ്റൻസ് ഒന്ന് എഴുതി പഠിക്കുക. പിന്നെ റീക്യാപ്പ്, അൽ ഫിഅലു കുല്ലു ലഫ്ളിൻ യദുല്ലു അലാ ഹദസിൻ മുർതബത്തിൻ ബി സമനി. അത് നമ്മൾ പഠിച്ചാണ്. എല്ലാ ഫിയലും ഒരു കാലത്തെ സംബന്ധിച്ച് അറിയിക്കുന്ന അതാണ് എല്ലാ വാക്കും. അങ്ങനത്തെ വാക്കിനാണ് ഫിയൽ എന്ന് പറയുക. അക്സാമുൽ ഫിയലെ ഹസ്ബ സമനിഹിൽ ഫിയലിൽ മാദി ഫിയലി ഹസ്ബ സമനിഹി. അൽ അക്സാമുൽ ഫിയലി ഹസ്ബ സമനിഹി, അതിൻ്റെ കാലത്തിന് കാലത്തിനനുസരിച്ച് ഉള്ള ഫിയലിൻ്റെ കിസ്മുകൾ, വിഭാഗങ്ങൾ. ഫിയലുൽ മാദിയാണ്, ഫിയലുൽ മുളാരിയാണ്, ഫിയലുൽ അംറാണ്. ഇങ്ങനെ 3 വിഭാഗമാണ്. പിന്നെ അൽ ഫിയലുൽ മാദിയായ ഫിയൽ എന്ന് പറഞ്ഞാൽ കലിമത്തുൻ തദുല്ലു അലാ അമലിൻ ഹസല വ തമ്മ ഖബല കലാമിന അൻഹു. പിന്നെ അൽ ഫിയലുൽ മുളാരിയായ ഫിയൽ കലിമത്തുൻ തദുല്ലു അലാ അമലിൻ യഹ്സുലു ഫിൽ ഹാദിരി അവൽ മുസ്തഖ്ബലി. അതിൻ്റെയൊക്കെ അർത്ഥം നേരത്തെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ അഹ്റഫുൽ മുളാരിയ ഹംസ വന്നൂന്, അതും പറഞ്ഞതാണ്. പിന്നെ ഫിയലുൽ അംർ കലിമത്തുൻ തുത്ലബു ബിഹാ ഹുസൂലു ഷൈഇൻ ഫി സമനിൽ മുസ്തഖ്ബലി, അതും പറഞ്ഞതാണ്. പിന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, മാഹുവൽ ഫിയലു, ഫിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉത്തരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുല്ലു ലഫ്ലിൻ യദുല്ലു അലാ ഹദസിൻ മുർതബത്തിൻ ബി സമനിൻ. അതിൻ്റെ ഉത്തരം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി പഠിച്ചാൽ മതി. പിന്നെ അസൈൻമെൻറ്റ്, അഇദ് അസ്റ ജുമലിൻ മബ്ദൂഇൻ ബി ഫിഅലിൽ മാദി. അസൈൻമെൻറ്റ് നമ്മളോട് എഴുതാൻ പറഞ്ഞ അസൈൻമെൻറ്റ് വേറെ ഉണ്ട്. ഇത് നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. അഇദ് അസ്റ ജുമലിൻ മബ്ദൂഇൻ ബിൽ ഫിഅലിൽ മാദി. ഇപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചാലോ, 10 സെൻറ്റൻസ്, അസ്റ ജുമൽ എന്ന് പറഞ്ഞാൽ 10 സെൻറ്റൻസ് പ്രിപ്പയർ ചെയ്യുക. മബ്ദൂഇൻ ബിൽ ഫിഅലിൽ മാദി, മാദിയായ ഫിഅൽ കൊണ്ട് തുടങ്ങുന്ന 10 സെൻറ്റൻസ്. പിന്നെ ഹവ്വിലിൽ അഫ്ആൽ മാദിയ ഫിൽ ജുമലിൽ ആതിയ, താഴെ പറയുന്ന സെൻറ്റൻസുകളിലുള്ള മാദിയായ ഫിയലിനെ തഹ്വീൽ ചെയ്യുക, തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ രൂപാന്തരപ്പെടുത്തുക. ഇലൽ അഫ്ആലിൽ മുളാരിയ ഫീലുകളിലേക്ക് രൂപാന്തരപ്പെടുത്തുക. അപ്പോൾ ദഹബ അമീനുൻ ഇല സൂഖി, ദഹബ അതിനെ മുളാരിയയിലേക്ക് ഇത് ചെയ്യുമ്പോൾ ഒരു ഹർഫുൽ മുളാരിയോട് ചേർക്കണം. യദ്ഹബു അമീൻ ഇല സൂഖി. ഫതഹ റഷീദ് ബാബ ഉർഫത്തിഹി, അവിടെ ഒരു യാ ചേർക്കണം. യഫ്തഹു അല്ലെങ്കിൽ യഫ്തഹു റഷീദ് ആണായതുകൊണ്ട് യഫ്തഹു, മസ്കുലിൻ ജെൻഡറായതുകൊണ്ട് യഫ്തഹു. പിന്നെ മശീതു ഇലാ ബൈത്തി, ഞാൻ വീട്ടിലേക്ക് നടന്നു. മശീതു ഇലാ ബൈത്തി. അപ്പോൾ അതിൻ്റെ മശീതു എന്നാണ്. അപ്പോൾ അംശി എന്നാണ് അതിൻ്റെ മുളാരിയ ഫിയൽ. അംശി. മഷാ എംശി എന്നാണ്. മഷാ എംശി. അപ്പോൾ അതിൻ്റെ മുളാരിയ ഫിയൽ അംശി. പിന്നെ കതബത്തു റിസാലത്തൻ ഇലാ സ്വദീഖി, അതിൻ്റെ മുളാരിയ ഫിയൽ റിസാലത്ത്. ഇവിടെ
അല്ല, കത്തബുത്തു ആണ്. അപ്പോൾ അവിടെ അക്തുബു റിസാലത്തിന് നോക്കണ്ട. അക്തുബു റിസാലത്തൻ, അക്തുബു ഞാൻ എഴുതുന്നു. പിന്നെ നസഹൽ ഉസ്താദു തലാമീദഹു, നസഹ എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു ഉസ്താദ് വിദ്യാർത്ഥികളെ. നളറൽ വലതു, കുട്ടി നോക്കി, ലസ് സബൂറത്തി ബോർഡിലേക്ക് നോക്കി. നളറൽ വലതു. അപ്പോൾ ഇവിടെ നസഹനെ മുളാരിയാക്കാൻ യൻസഹു, നളറ അൽ വലതു യൻളുറു. പിന്നെ സമിഅ രാജൻ നശീദ, രാജൻ കേട്ടു അല്ലെങ്കിൽ ശ്രദ്ധിച്ചു, കേട്ടു നശീദ ഒരു പദ്യം. അപ്പോൾ ഇവിടെ യസ്മാഉ രാജൻ നശീദത്തൻ. പിന്നെ ഷരിബ സമീർ ഖഹ്വത്തൻ, ഷരിബ യസ്റബു സമീർ. പിന്നെ വഖഫത്ത് റാഷിദ അമാമൽ മർഅത്തി, വഖഫത്ത് റാഷിദ എന്നാണ്. അപ്പോൾ ഇവിടെ ഫെമിനിൻ ജെൻഡറാണ്, റാഷിദ ഫെമിനിൻ ജെൻഡറാണ്. അപ്പോൾ അതുകൊണ്ട് വഖഫ യഖിഫു ആണ്. അപ്പോൾ തഖിഫു റാഷിദ അമാമൽ മർഅത്തി. പിന്നെ അന്തളിറു അമീർ ഇന്ദല്ലറാണ് ഇവിടെ ഫിയൽ. ഇന്ദല്ലറയാണ് മാളിയായ ഫിയൽ. ഇന്ദല്ലറ അമീർ ലി സദീഖിഹി ഫിൽ മത്താരി, അമീർ വെയിറ്റ് ചെയ്തു, ലി സദീഖിഹി അവൻ്റെ സ്നേഹിതന് വേണ്ടി, ഫിൽ മത്താരി എയർപോർട്ടിൽ. അപ്പോൾ ഇവിടെ അതിന് മുളാരിയായ ഫിയലാക്കുമ്പോൾ യന്തളിറു ഒരു യാ ചേർക്കണം. യന്തളിറു അമീർ ലി സദീഖിഹി ഫിൽ മത്താരി. അപ്പോൾ ഈ ഫെയില് എന്നുള്ള ലെസൺ കഴിഞ്ഞു. പിന്നെ മറ്റേ അസൈൻമെൻറ്റിലേക്ക് ഉള്ള പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ മുഅറബും അബിനി എന്ന് പറഞ്ഞിട്ട് ഒരു അസൈൻമെൻറ്റ് എഴുതാൻ ഉണ്ടെന്നാണ് തോന്നുന്നത് ആ ലിസ്റ്റിൽ തന്നത്. അത് എഴുതാൻ കഴിഞ്ഞ വീഡിയോകൾ മുഅറബും അബിനി അല്ല നക്കിറ മാരിഫ എന്നുള്ള ആ വീഡിയോ, അതിന് ശേഷമുള്ള കുറച്ച് വീഡിയോകൾ അസ്മാഉൽ മൗസൂല, അസ്മാഉൽ ഇഷാറ, അങ്ങനെയുള്ള വീഡിയോകൾ ഉപകാരപ്പെടും. അതൊക്കെ നോക്കിയിട്ട് ആ അസൈൻമെൻറ്റ് എഴുതാം. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ഇനി അഫ്ആലുൻ നാഖിസ് ആയിരിക്കും, കാന വ അഖ്വാത്ത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.